അഴിയെന്നോർത്തില്ല, ആഴമറിഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. അഴിയെന്നോർത്തില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിന്വരുവാ. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിന്വരുവാ. നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല കൂട്ടായ്മ, നല്ല മാസയോഗത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഒരു പ്രാർത്ഥന വിഷയം എനിക്കുണ്ട്. അത് നിങ്ങളുടെ സന്നിധിയിൽ ഞാനത് പറയുവാനായിട്ടാണ് ഇന്ന് ആക്ച്വലി ഞാൻ ഇവിടുന്ന് ഇത് വന്നത്. മാനസികമായി അത് ചില വിഷമങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ട്. ഞാൻ ആരോടും അത് പറഞ്ഞിട്ടില്ല. ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദൈവം വലിയവനാണ്, നമ്മൾക്ക് തക്ക സമയത്ത് മറുപടി തരുന്നവനാണ്. ആ ദൈവത്തിൻ്റെ വലിയ ശക്തിയിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അത് ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ സഭയിൽ മറ്റെൻ്റെ കൂടെ നടക്കുന്ന ആരോടും ആ വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ സ്വയം ഹൃദയത്തിൽ വെച്ച് ഞാൻ ആ വിഷയങ്ങൾ ദൈവത്തിൽ വെച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു വാക്യം ഈ സ്ഥലത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യം, ഹോശിയ പ്രവചനം അതിൻ്റെ 2-ാം അധ്യായം. ഞാൻ തന്നെ വായിക്കും. 14, 15, 16 ആർക്കും വായിച്ചത് നല്ല കാര്യം. ആ ആ ആ അവിടെ വായിച്ചു. 16 കൂടി. യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഈ സമയം കൊടുക്കത്തില്ല. ഞാൻ 10 മിനിറ്റ് ചോദിച്ചിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ ഇരിക്കും. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഒന്ന് എന്തിനുമെന്ന് നമ്മൾ അതിൻ്റെ പറയണമല്ലോ. കനാൻ ദേശം അത് 2ആയിട്ട് വിഭജിച്ചു. യഹൂദ എന്നും ഇസ്രായേൽ എന്നും വിഭജിച്ച ശേഷം ആ ഇസ്രായേൽ ജനതയോടെ ഹോശിയ പ്രവാചകൻ അരുളി ചെയ്ത ഒരു പ്രവചനമാണ് നാം ഇപ്പോൾ ഇവിടെ കേട്ടത്. വിശ്വസ്തനായ ദൈവം, അവിശ്വസ്തരായ ജനം അല്ലെങ്കിൽ ഇസ്രായേൽ ജനത ദൈവത്തെ, സത്യദൈവത്തെ വിട്ടിട്ട് അന്യദൈവത്തെ പിൻപറ്റുവാൻ വിഗ്രഹാനങ്ങളുടെ മുമ്പിൽ ഓടിയപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ, അവരെ തങ്ങളിലേക്ക്, വലിയതായ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആ ദൈവം ഉടനീളം സംസാരിച്ച അല്ലെങ്കിൽ ആഹ്വാനം ചെയ്ത വാക്കുകളാണ് ഈ ഹോശിയ പ്രവചനം മുഴുവനായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ നാം വായിച്ചത് ഇതിന് പല ഭാഗങ്ങളും കാവ്യരൂപത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രവചനങ്ങൾ നമ്മൾ പഴയ നാം പലതും നോക്കിയാൽ പല ഭാഗങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാവ്യരൂപത്തിലൊക്കെ എഴുതിയിട്ടുള്ള ആ ഭാഗങ്ങളാണ്. അതുപോലെ ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ വായിച്ച ഭാഗങ്ങളും. ഇവിടെ നാം ഇപ്പോൾ വായിച്ചത് എന്തുവാണ്? അവിടെ നിന്ന് ഞാൻ ഒന്ന് വായിച്ചു. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മതി. നമ്മുടെ ദൈവത്തിനെ, തൻ്റെ മക്കളെ വശീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ അത് ഉപയോഗിച്ചിരിക്കുന്ന ആ പദം എന്ന് പറയുന്നത് തൻ്റെ ജനത്തെ അല്ലെങ്കിൽ തൻ്റെ ഒരു കഠിനമായ ഒരു ശിക്ഷയിലേക്ക് അവരെ നടത്താതെ തനിക്ക് വേണ്ടി അവരെ ശിക്ഷിക്കാം. ദൈവത്തെ വിട്ടുപോയി. അതിൻ്റെ മേളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ, എന്നെ മറന്നു കളഞ്ഞ നാളുകളെ ഞാൻ അവരോട് സന്ദർശിക്കും എന്ന് അതിൻ്റെ മുകളിലുണ്ട്. എന്നെ മറന്നു കളഞ്ഞവരെ, ആ മറന്നു കളഞ്ഞ ജനത്തെ തന്നിലേക്ക് ആകർഷിക്കണം. അതിനവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേടായി ഈ വശീകരിക്കുക എന്നുള്ളത്. അലിവർ, ഇംഗ്ലീഷ് അലിവർ എന്ന് വെച്ചാൽ നമുക്കെല്ലാവരും പറയേണ്ട ആവശ്യമില്ല, പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തന്നെ ഇഷ്ടമല്ലെങ്കിൽ
തന്നെ ഇഷ്ടപ്പെടുവാൻ വേണ്ടി പല വാക്കുകൾ പറഞ്ഞ് തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടിരുന്ന ഒരു അനുഭവത്തെ ആ ഒരു വേദിയെ ഉദ്ദേശിക്കുന്ന അതാണ്. അതുപോലെ ഇവിടെ ദൈവം തൻ്റെ മക്കളെ പുറകെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നവനാ. തെറ്റ് ചെയ്താലും നമ്മുടെ പുറകെ നടക്കുമോ ദൈവം, നമ്മളെ തള്ളിക്കളയത്തില്ല. ആ ദൈവം തൻ്റെ മക്കളെ തന്നിലേക്ക്, തന്നെ വിട്ടുപോയ മക്കളെ തന്നെ പുറകെ നടന്നവരെ വിളിക്കുന്ന ഒരു ഭാഗമാണ് അവിടെ. അവരെ യഥാസ്ഥാനപ്പെടുവാൻ, തന്നിലേക്ക് തിരിച്ചു വരുവാൻ, അവരുടെ കുറ്റങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാൻ അവരെ ഉപദേശിച്ച കൊടുക്കുന്ന ഒരു ഭാഗമാണ് അവിടെ പറയും. ഞാൻ ആ ഒരു വാക്യത്തിലെ ഞാൻ നിൽക്കുന്നു. 15-ാമത്തെ ഒരു വാക്യം സംസാരിക്കും അവിടെ. അല്ലെങ്കിൽ അവിടെ പറയുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ അവിടെ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ വിജന്റെ സ്ഥലത്തേക്ക്, ആരുമില്ലാത്ത സ്ഥലത്തേക്ക് ആത്മമണവാളനായ ക്രിസ്തുവിനെ മണവാട്ടിയ സഭയോടെ എന്ന പരാമർശത്തിലൂടെയാണ് ഇത് പോകുന്നത്. തനിക്ക് അവരോട് ഹൃദ്യമായി സംസാരിക്കണം, തനിക്ക് അതിനെ അതുപോലൊരു സ്ഥലത്ത് കൊണ്ടുവരണം. ഇതിൻ്റെ കമൻട്രിയിലൊക്കെ ഞാൻ കയറിയപ്പോൾ അവിടെ പറഞ്ഞത് ആലയത്തെ ഉദ്ദേശിച്ച മരുഭൂമി എന്ന് ഉദ്ദേശിച്ച ആലയത്തിലേക്കാണ്. ഇന്ന് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കർത്താവിന് നമ്മളോട് കൃത്യമായി ചില കാര്യങ്ങളെ കൃത്യമായി സംസാരിക്കാനുണ്ട്. അത് എന്താണെന്നാണ് ഈ 15-ൽ പറഞ്ഞിരിക്കുന്നത്. 15 പറയുക, അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയും കൊടുക്കും. അത് മലയാളത്തിനെക്കാട്ടി ഇച്ചിരി സുന്ദര ഭാഷ ഇംഗ്ലീഷിലാണ് പറയാം. ഐ വിൽ ഗീവ് ഹെർ വിനിയാഡ്സ് എന്നാണ് അവിടെ 2 റോ ഷെയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അത് മലയാളത്തിൽ ഭാഷ അത്രയും നമുക്ക് കിട്ടില്ല. ഞാൻ അവളിവിടെ കൊണ്ടുവന്നിട്ട് പറയും, ഇവിടെ ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ കൊണ്ടുവന്നിട്ട് പറയുക, അവൾക്ക് ഞാൻ അവളുടെ മുന്തിരിത്തോട്ടങ്ങളെയും, ആഖോർ എന്ന് പറഞ്ഞാൽ ദുഃഖം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അത് മാറ്റിയിട്ട് ഞാൻ പ്രത്യാശയുടെ വാതിലേക്ക് അവളെ ആ അനുഭവത്തിലേക്ക് നടത്തുന്നു. ഈ 2 കാര്യത്തിലാണ് ഈ മരുഭൂമിയിലേക്ക് വിളിക്കുന്നത്. പറയുക, എന്നെ വിട്ടുപോയ ജനം അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദൈവം അവർക്കോട് വാഗ്ദാനം കൊടുക്കുക. ഈ അനുഭവമൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയി, ഇതുണ്ടായിരുന്നു. ഈ ദൈവം പറയുക, ഞാനിതവർക്ക് തിരിച്ചു തരും, ഞാൻ കൊടുക്കും. ഈ അനുഭവത്തിൽ കൊടുക്കുവാൻ വേണ്ടി അവർ വിളിക്കുക. ആ വിളിച്ചിട്ട് പറയുക, അത് എങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത അതിൻ്റെ കൂടെ ചേർന്നുള്ള വാക്കം. അത് പറയുന്നു, അവളുടെ അവിടെ യൗവനകാലത്ത് എന്ന പോലെയും ആദ്യ സ്നേഹത്തിൽ പണ്ട് ഇറങ്ങിത്തിരിച്ച ആ സമയത്ത് എന്ന പോലെയും മിസ്രൈം ദേശത്ത് നിന്ന് വിടുവിച്ചപ്പോൾ, എന്ന് വെച്ചാൽ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നപ്പോൾ ഉണ്ടായ സന്തോഷം, ആ അനുഭവത്തിൽ ഉള്ള പോലെ എന്ന അനുഭവത്തിലേക്ക് നിനക്ക് ഇതെല്ലാം തിരിച്ചു തരും, വരിക എന്ന് പറഞ്ഞ ദൈവം വിളിക്കുന്ന തൻ്റെ സഭയെ, തൻ്റെ ജനത്തെ വിളിക്കുന്ന ഒരു ഭാഗമാണ്. അവർ പറയുക, നിനക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം, ആത്മീയ ശൂന്യതയിൽ കൂടി നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ സന്തോഷം, നഷ്ടപ്പെട്ടു പോയ നിന്റെ സംതൃപ്തി, നഷ്ടപ്പെട്ടു പോയ നിന്റെ ഭൗതിക നന്മകൾ, നഷ്ടപ്പെട്ടു പോയ നിന്റെ ജീവിതം, നഷ്ടപ്പെട്ടു പോയ നിന്റെ ദൈവ സാന്നിധ്യം ഒക്കെ ഞാൻ മടക്കിത്തരാം. വരിക. എന്താ നാം ചെയ്യേണ്ടത്? പുട്ട് യുവർ ട്രസ്റ്റ് ഓൺ ഹിം. യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വന്നാൽ ഈ കർത്താവിലേക്ക് നമ്മുടെ വിശ്വാസം മുഴുക്കം കിട്ടുകഴിയുമ്പോൾ ഈ ദൈവം ഒന്നും തരണ്ട, പക്ഷേ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി എന്നിലേക്ക് അർപ്പിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മടക്കിത്തരാമെന്ന് പറയുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ വായിച്ചത്. ആലയത്തിൽ വിളിച്ചിരിക്കുക, ഇത് ഹൃദ്യമായി സംസാരിക്കുവാൻ, നഷ്ടപ്പെട്ടത് പോയത് നിങ്ങൾക്ക് തിരിച്ചു തരുവാൻ. എത്ര പേര് ഈ ദൈവത്തിലേക്ക് ഇന്ന് സമർപ്പിച്ചു കൊടുക്കും? നമ്മുടെ ട്രസ്റ്റ് ഏത് ദിവസം മുഴുക്കുകയും പഠിച്ചാൽ അത്ഭുതങ്ങൾ കണ്ടതെല്ലാം അവർ ആ ട്രസ്റ്റ് ദൈവത്തിൽ കിട്ടവരാ. നിങ്ങൾ അബ്രഹാം മുതലെടുത്തു, ആ വാലിക്ക് അവസാനം വരെ പഠിച്ചാൽ അവിടേക്ക് പ്രത്യേകമായിട്ട് ഓരോ വാചനങ്ങൾ ഓരോ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. അവിടെയൊക്കെ ആ വായന പഠിക്കുമ്പോൾ നമ്മളുടെ പൂർണ്ണമായ ട്രസ്റ്റ് നമ്മൾ ദൈവത്തിൽ ഇട്ട് കഴിയുമ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ ഇടയാകും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് നമ്മൾ ദൈവസ്ഥാനത്ത് മരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ പോരാ, പൂർണ്ണമായ നമ്മുടെ വിശ്വാസം ദൈവത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ യോവേൽ പതിനത്തിൽ പറയുന്നു, ഇതുപോലെ പറയുന്നൊരു ഭാഗമുണ്ട് 2 അവിടെ പറയുന്നു, എൻ്റെ മഹാസൈന്യമായ എനിക്ക് അവിടെ പറയുന്നത് പച്ചക്കുതിരയും വിട്ടിലും തുള്ളനും അതുപോലെ തന്നെ പച്ചപ്പുഴും തിന്നുപോയ സംവത്സരങ്ങൾക്ക് അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പകരം തരും, നഷ്ടം വന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരും. എപ്പോഴാ? നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക, അല്പം ഒരു പടി കൂടി നിങ്ങൾ മുന്നോട്ട് വരിക, നിങ്ങളുടെ വിശ്വാസം എൻ്റെ മേൽ പൂർണ്ണമായി ഇടുക, ഞാൻ നിങ്ങൾക്ക് സകലവും നൽകി തരാമെന്ന് പറഞ്ഞ ദൈവം
ഈ വചനം കൂടി നമ്മെ ആഹ്വാനം ചെയ്യുവാണ്. ഒരു പടി കൂടി ഈ ദൈവത്തെ പിൻപറ്റുവാൻ. അതാ പാട്ടുകാരൻ പാടി. ഞാൻ ആ പാട്ട് പാടാൻ കാരണം അതുകൂടെ ആഴിയെന്നോർത്തില്ല. ഇത് ബുദ്ധിയിൽ കൂടി ഞാൻ അത് ചിന്തിക്കുവായിരുന്നെങ്കിൽ ഇറങ്ങുമോ? ആഴം ഞാൻ ആരാഞ്ഞില്ല. പാട്ടുകാരൻ പറയുക അതിൻ്റെ ഈ സമുദ്രത്തിൻ്റെ ആഴം എത്രയാണെന്ന് അറിഞ്ഞാൽ ഞാൻ ഇറങ്ങിത്തിരിക്കത്തില്ല. പക്ഷെ നിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ എടുത്തു ചാടി ഇറങ്ങി. അത് ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ഈ അനുഭവത്തിൽ കൂടി ഞാനും നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ, ഞാൻ നിങ്ങളത് അതിന് വഴിവെച്ചാൽ, ഈ വചനത്തോട് ഇറങ്ങിയാൽ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം കാണുവാൻ ഇടയാകും. ഈ വചനങ്ങളാ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.